പടച്ചോനേക്കാൾ വലിയൊരാളെ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ കണ്ടെത്തി. നിലമ്പൂരിലെ ആ വലിയ ആൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ പറയുകയാണ്, ഇനി പടച്ചോനെ കൊണ്ടുവന്ന് നിലമ്പൂരിൽ ഇടതുപക്ഷം നിർത്തിയാലും അങ്ങേരെ വരെ ഞാൻ തോൽപ്പിക്കുമത്രേ. 24 മണിക്കൂറും വിശ്വാസിയാണ്, അള്ളാഹുവാണ്, പടച്ചോനാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ആ പടച്ചോനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനെ എനിക്ക് തന്നാൽ മതിയെന്ന് അദ്ദേഹം കഴിഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് പറയുകയാണ്. അതിനെ തിരിച്ച് അവതാരക ചോദിക്കുമ്പോൾ പടച്ചോനേക്കാൾ വലിയ ആളുടെ പ്രതികരണം കേട്ടെ. സാമുദായിക സമവാക്യങ്ങളൊക്കെ ഒത്തിണങ്ങി നേരത്തെ പോലെ തന്നെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM ഒരുങ്ങിയാൽ ജയസാധ്യതയില്ലേ? പടച്ചവൻ തന്നെ നേരിട്ടവിടെ വന്നു നിന്നാലും നിലമ്പൂരിലെ ജനങ്ങൾ വിടില്ല, മനസ്സിലായില്ലേ? പക്ഷെ ചെകുത്താൻ ജയിക്കുന്നുണ്ടല്ലോ. എങ്ങനെ? അതല്ല, അതാണ് പറയുന്നത്. ജനങ്ങൾ ഈ പറയുന്ന ചെകുത്താൻ, പിണറായിസം എന്ന് പറയുന്ന ചെകുത്താൻ അല്ലല്ല, അതായത് അങ്ങാണ് രാവിലെ പറഞ്ഞത് അവിടെ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കുമെന്ന്. ഇപ്പോൾ പറയുന്നു പടച്ചോൻ നിന്നാലും ജയിക്കില്ല എന്നും. അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങ് പറഞ്ഞു പൊതുവെ ഇസ്ലാം മത വിശ്വാസികൾക്ക് പടച്ചോൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്നാണ്. അത് വിശ്വാസികൾക്ക്. പക്ഷേ കപടന്മാരായിട്ടുള്ള വിശ്വാസികൾക്ക് പടച്ചോൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിന് വേണ്ടി ഇതിനെ മറപിടിക്കുന്നു എന്നതിനപ്പുറം പടച്ചോനെ പോലും ഒരു വിലയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതാദ്യമായിട്ടല്ല. ഇദ്ദേഹം ഇടതുപക്ഷം വിട്ടിട്ട് ഒരു വിശദീകരണ യോഗം നടത്തിയ സന്ദർഭത്തിൽ ബാങ്ക് വിളി അടുപ്പിച്ചടുപ്പിച്ച് 2 പള്ളികൾ നടന്നത് ഓർമ്മയില്ലേ? എന്തിനാണ് ഇവിടെ ഇങ്ങനെ ചുമ്മായിട്ട് ബാങ്ക് വിളിക്കുന്നത് എന്ന് ചോദിച്ച അതേ മഹാൻ പടച്ചോനെ കൊണ്ടുവന്നാലും ഞാൻ ഇവിടെ വിജയിപ്പിക്കുമെന്ന് പറയുന്നത് അതിൽ അത്ഭുതമില്ല. പടച്ചോനെ പോലും നിയന്ത്രിക്കുന്ന ആൾ ഈ പറയുന്ന ഷൗക്കത്ത് അലിയുടെ മോനാണ്. ഷൗക്കത്ത് അലിയുടെ തറവാട്ട് വീട്ടിൽ ഏതോ ഒരു ജോലിക്കാരനാണ് പടച്ചോനെന്ന് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കേട്ടാൽ തോന്നും. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. കാര്യം പടച്ചോനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്ന് സ്വന്തം പ്രവൃത്തിയിലും വാക്കിലും പറഞ്ഞു വെക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവർ മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ കാണാൻ പടച്ചോനെ അള്ളാഹു എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം എത്രത്തോളം കാപട്യമാണെന്നും ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നില്ലേ? ആ ചെകുത്താൻ പരാമർശം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഏത് ചെകുത്താനെ കൊണ്ട് നിർത്തിയാലും ഞാൻ വിജയിപ്പിക്കുമെന്നുള്ള ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. വോട്ടർമാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതായത് ഇന്നലകളിൽ സ്വന്തം നിലയ്ക്കല്ല വിജയിക്കാൻ സഹായിച്ചവരെ പറയുന്ന വർത്തമാനമാണ്. അപ്പോൾ പിന്നെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം വരുമാനത്തിന് വേണ്ടിയും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അവരെ ഒന്ന് സുഖിപ്പിക്കാൻ, അവർക്ക് ഒരു ആവേശം സൃഷ്ടിക്കാൻ പടച്ചോനെ കൊണ്ട് നിർത്തിയാൽ പോലും ഇവിടെ വിജയിക്കില്ല എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ളവർ മനസ്സിലാക്കേണ്ടത് പടച്ചോന് പോലും എത്ര വില കൽപ്പിക്കുന്നുണ്ട്, പിന്നെ കൂടെ നിൽക്കുന്നവരെ തള്ളിപ്പറയുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സന്ദർഭമാണ്. എന്തായാലും നിങ്ങൾക്ക് കൃത്യമായി ഒരു വിലയിരുത്തലിനുള്ള അവസരമാണ്. ഒരു ചെകുത്താൻ ആരാണെന്നും വർത്തമാനത്തിൽ നിന്ന് പടച്ചവനെ പോലും തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനോഭാവം ചെകുത്താൻ്റേതായിരിക്കുമെന്ന് ആർക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇതൊക്കെ കേട്ടിട്ട് വേണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കൊണ്ട് നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. സാമുദായിക സമവാക്യങ്ങളൊക്കെ ഒത്തിണങ്ങി നേരത്തെ പോലെ തന്നെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM ഒരുങ്ങിയാൽ ജയസാധ്യതയില്ലേ? പടച്ചവൻ തന്നെ നേരിട്ടവിടെ വന്നു നിന്നാലും നിലമ്പൂരിലെ ജനങ്ങൾ വിടില്ല, മനസ്സിലായില്ലേ? പക്ഷെ ചെകുത്താൻ ജയിക്കുന്നുണ്ടല്ലോ. എങ്ങനെ? അതല്ല, അതാണ് പറയുന്നത്. ജനങ്ങൾ ഈ പറയുന്ന ചെകുത്താൻ, പിണറായിസം എന്ന് പറയുന്ന ചെകുത്താൻ അല്ലല്ല, അതായത് അങ്ങാണ് രാവിലെ പറഞ്ഞത് അവിടെ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കുമെന്ന്. ഇപ്പോൾ പറയുന്നു പടച്ചോൻ നിന്നാലും ജയിക്കില്ല എന്നും. അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങ് പറഞ്ഞു